പോലീസുകാരെ വട്ടം കറക്കുകയാണ് കോൺഗ്രസ്. ഓരോ നേതാക്കന്മാരും നരനായാട്ടിനെതിരെ ആഞ്ഞടിക്കുകയാണ്. ഇപ്പോഴിതാ സംവിധാനം കുത്തഴിഞ്ഞതിന് കാരണം മുഖ്യമന്ത്രി പിണറായി വിജയനാണെന്നും കേരളത്തിലെ പോലീസ് സ്റ്റേഷനുകളിൽ വ്യാപകമായ മർദ്ദനങ്ങളാണ് നടക്കുന്നത് എന്നും കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ തുറന്നടിക്കുകയാണ്. നടന്നു പോകുന്നവർ പോലും മൂക്കിൽ പഞ്ഞിവെച്ച് വരേണ്ട സ്ഥിതിയാണുള്ളത്. എല്ലാ വകുപ്പുകളും പിടിച്ചു വച്ചിരിക്കുന്ന പിണറായിക്ക് അവയൊന്നും നോക്കാൻ സമയമില്ല എന്നും ADGP അജിത് കുമാറാണ് അധോലോക സംഘത്തെ നിയന്ത്രിക്കുന്നത് എന്നും മുരളീധരൻ പറഞ്ഞു വെച്ചു. പോലീസിൽ മാഫിയ സംഘം രൂപം കൊണ്ട കാലം മുതൽ പിണറായി വിജയന് കണ്ടകശനി തുടങ്ങി. അത് അദ്ദേഹത്തെ കൊണ്ടേ പോകൂ എന്നും മുരളീധരൻ വിമർശിച്ചു. സുജിത്തിനെ കുരിച്ചു നിർത്തി ഇടിച്ച പോലീസുകാരുടെ ആവേശം ഗോവിന്ദച്ചാമി ജയിൽ ചാടിയപ്പോൾ എവിടെ പോയെന്ന് മുരളീധരൻ ചോദിക്കുകയാണ്. സുജിത്തിനെ മർദ്ദിച്ച 4 പോലീസുകാരെ പിരിച്ചുവിടുന്നവരെ സമരവുമായിട്ട് മുന്നോട്ട് പോകുമെന്നും 8 മാസം കഴിഞ്ഞ് അധികാരത്തിൽ വന്നാൽ ഇവരെ പിരിച്ചുവിടുമെന്നും മുരളീധരൻ പറഞ്ഞിട്ടുണ്ട്. 8 മാസത്തിനിടയ്ക്ക് മിണ്ടാതിരിക്കണമെന്ന് കരുതേണ്ട കാര്യമില്ല. ചുണക്കുട്ടികളാണ് നമ്മുടെ പ്രവർത്തകർ. പുറത്തിറങ്ങിയാൽ അടിച്ചു കാലൊടിക്കുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. പേരൂർക്കട സ്റ്റേഷനിൽ ദളിത് യുവതിയെ വ്യവസ്ഥയാക്കിയ സംഭവം ചൂണ്ടിക്കാണിച്ച മുരളീധരൻ കൊടിസുനയ്ക്ക് മൊബൈൽ കൊടുക്കുന്ന പോലീസ് പേരൂർക്കടയിലെ ബിന്ദുവിനെ വീട്ടിലേക്ക് വിളിക്കുവാൻ ഫോൺ കൊടുത്തില്ല എന്നും വിമർശിക്കുകയാണ്. അടിയന്തരാവസ്ഥ കാലത്ത് കുറ്റം ചെയ്തവരെയാണ് ഉരുട്ടിയതെങ്കിൽ ഇന്ന് കാണുന്നവരെല്ലാം ഉരുട്ടുകയാണെന്നും ഇത് സിസ്റ്റത്തിന്റെ പ്രശ്നമല്ല, അത് നിയന്ത്രിക്കുന്ന പ്രശ്നമാണെന്നും പോലീസിന്റെ കണ്ടകശനി ആരംഭിച്ചു, അത് പിണറായി കൊണ്ടുപോകുമെന്ന് അടിവരയിടുകയാണ് മുരളീധരൻ. ആ വീഡിയോ ദൃശ്യങ്ങളിലേക്ക് പോകാം. കേരളത്തിലെ എല്ലാ പോലീസ് സ്റ്റേഷനുകളുടെ മുമ്പിലും ഇതുപോലുള്ള പ്രതിഷേധ സദസ്സുകൾ ഇന്ന് വിവിധ പാർട്ടി കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുക. ഇതിനാധാരമായ കാര്യം നേരത്തെ സൂചിപ്പിച്ചു, ശ്രീ കോട്ടാത്തലയൊക്കെ അവിടെ നേരത്തെ സൂചിപ്പിച്ചു, ഞാൻ ആവർത്തിക്കുന്നില്ല. ഇപ്പോൾ സുജിത്ത് എന്ന യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റിനെ മർദ്ദിച്ചത് മാത്രമല്ല, ഇവിടെ മുഴുവൻ മർദ്ദനമാണ് ഇപ്പോൾ നടക്കുന്നത്. ഇപ്പോൾ കേരളത്തിലെ പോലീസ് സ്റ്റേഷനിൽ 2 കാലിൽ പോയ ആൾക്കാർ മൂക്കിൽ പഞ്ഞി വെച്ചിട്ടാണ് ഇപ്പോൾ തിരിച്ചു വരുന്നത്. അതാണ് കേരളത്തിലെ പോലീസ് സ്റ്റേഷനുകളുടെ അവസ്ഥ. ഇത് സിസ്റ്റത്തിന്റെ കുഴപ്പമില്ല, സിസ്റ്റം നിയന്ത്രിക്കുന്നതിന്റെ കുഴപ്പം. ഈ സിസ്റ്റം നിയന്ത്രിക്കുന്ന പിണറായിയാണ്. അപ്പോൾ പിണറായിന്റെ കുഴപ്പമാണ് ഈ പോലീസ് ഇങ്ങനെ കുത്തഴിയാനുള്ള കാര്യം. ഒന്നാമത് പിണറായിന്റെ അവസ്ഥ എന്താണെന്ന് പറഞ്ഞാൽ ഒരു വകുപ്പുകാർക്കും വിട്ടുകൊടുക്കില്ല, എല്ലാം സ്വന്തം കയ്യിൽ വയ്ക്കും. എന്നാൽ ഒന്നും നോക്കാനൊട്ട് സമയം കിട്ടും. ഇപ്പൊ തന്നെ വലുതും ചെറുതുമായി ഈ പൊതുഭരണം ആഭ്യന്തരം എന്ന് പറഞ്ഞാൽ തന്നെ 2 മേജർ വകുപ്പുകൾ. അതിനു പുറമെ പരിസ്ഥിതി സംരക്ഷണ വകുപ്പ് പോലും വേറെ ആർക്കും കൊടുത്തില്ല, അതും കയ്യിൽ വെച്ചു. നോർക്ക അതും കയ്യിൽ. ഏതാണ്ട് 10-32ഓളം വലുതും ചെറുതുമായിട്ടുള്ള വകുപ്പുകൾ കയ്യിൽ വെച്ചുകൊണ്ടിരിക്കുന്ന മുഖ്യമന്ത്രിക്ക് ഒന്നിനോട് ന്യായം പുലർത്താൻ കഴിയുന്നില്ല. ഇപ്പൊ പോലീസില് ഒരു പുതിയൊരു വിഭാഗം വന്നിരിക്കുക. ആ വിഭാഗം എന്ന് പറയുന്ന അധോലോകമായിട്ടും മയക്കുമരുന്നുമായിട്ടും സ്വർണം പൊട്ടിച്ചു കടത്തുന്നുൾപ്പെടെ ഉള്ള എല്ലാ അധോലോക ബന്ധങ്ങളും ഈ ഒരു കോക്കസിന്റെ നിയന്ത്രണത്തിൽ. ഈ കോക്കസിനെ നിയന്ത്രിക്കുന്നത് അഡീഷണൽ DGP അജിത് കുമാർ. ഞങ്ങളുടെ ദീർഘകാലം ഭരണകക്ഷി MLA ആയിരുന്ന അൻവർ അദ്ദേഹം പറഞ്ഞത്, അദ്ദേഹത്തിനെ കുറിച്ച് ഒരു അധോലോക നായകൻ എന്നാണ്. അദ്ദേഹത്തിന്റെ വാക്ക് ഞാൻ കടമെടുത്ത് പറയുകയാണ്. അതാണ് ഇവിടുത്തെ അവസ്ഥ. എന്നാൽ അജിത് കുമാറിനെതിരെ ഒരു നടപടിയും സ്വീകരിക്കാൻ പിണറായിക്ക് ധൈര്യമില്ല. കാരണം പൂരം കലക്കി സുരേഷ് ഗോപിയെ ജയിപ്പിക്കാൻ കൂട്ടുന്ന ആളാണ് അജിത് കുമാർ. കാരണം അതിന് 1 വർഷം മുമ്പ് RSSന്റെ ഉപകാര്യദർശി ഒസബോളയുമായിട്ട്, ദത്താത്രേയ ഒസബോളയുമായിട്ട് പിണറായിക്ക് വേണ്ടി മധ്യസ്ഥ ചർച്ച നടത്തിയ ആളാണ് ഈ അജിത് കുമാർ. ഒസബോള പറഞ്ഞ എന്തായിരുന്നു? ഞങ്ങളുടെ MP ഡൽഹിക്ക് അയച്ചു തരണം, പകരം മുഖ്യമന്ത്രിയുടെ എല്ലാ കേസും ഞങ്ങൾ നോക്കാം. ഞാൻ ചോദിക്കുന്നത്, മുഖ്യമന്ത്രിയുടെ ഓഫീസിലല്ലേ ശിവശങ്കർ ഇരുന്ന് സ്വർണ്ണക്കടത്ത്, കള്ളക്കടത്ത്, മനുഷ്യക്കടത്ത്, ഇതിനെല്ലാം നേതൃത്വം നൽകിയൊരു ഉദ്യോഗസ്ഥൻ സ്വന്തം ഓഫീസിൽ ഇരുന്നിട്ട് പോലും കണ്ടുപിടിക്കാൻ കഴിയാത്ത മുഖ്യമന്ത്രി. കണ്ടുപിടിക്കാൻ കഴിയാത്തതാണോ, അറിഞ്ഞിട്ടും അറിഞ്ഞില്ല എന്നുള്ള ഭാവം നടിച്ചതാണ്? ഇങ്ങനൊരു പോലീസിന്റെ ഒരു ഗുണ്ടാ സംഘം, മാഫിയ സംഘം രൂപം കൊണ്ട് അന്ന് മുതൽ
കേരളത്തിലെ പോലീസിന്റെ കണ്ടകശേരി ആരംഭിച്ചു. ഇനി അത് അവസാനിക്കണമെങ്കിൽ പിണറായിനെയും കൊണ്ടേ പോകും. കണ്ടകശ്ശേരി ആളെയും കൊണ്ടേ പോകുന്നു. ഈ കണ്ടകശ്ശേരി പിണറായിനെയും കൊണ്ടേ പോകും. ഞാൻ ചോദിക്കട്ടെ, സ്വിച്ചിന്റെ എന്താ അദ്ദേഹം ചെയ്ത കുറ്റം എന്തായിരുന്നു? അകാരണമായി കുറെ കോൺഗ്രസ് പ്രവർത്തകരെ പിടിച്ചുകൊണ്ടുപോയപ്പോ അദ്ദേഹം യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് ആയിരുന്നു ചോവന്നൂര്. അദ്ദേഹം ചോദിക്കാൻ ചെന്നാ അദ്ദേഹത്തിന് പേരിൽ കള്ളക്കേസ് ഉണ്ടാക്കി മദ്യപിച്ചു എന്ന് പറഞ്ഞിട്ട്. പക്ഷേ മജിസ്ട്രേറ്റിന് മുമ്പിൽ ചെന്ന് പരിശോധിച്ചപ്പോ മദ്യപിച്ചിട്ടില്ല. പിന്നെ കുറെ കള്ളക്കേസ് ഉണ്ടാക്കി, പൊതിരെ തല്ലി. കഴിഞ്ഞ 1.5 കൊല്ലമായിട്ട് ശുചിത്വ നടത്തിയ നിയമ പോരാട്ടമാണ് ഈ വീഡിയോ പുറത്തു വന്നത്. ഇത് പുറത്തു കൊടുക്കാതിരിക്കാൻ പരമാവധി ശ്രമിച്ചു. അതിൽ കണ്ടില്ലേ കുനിച്ചു നിർത്തിയിടിക്കുന്ന. ഞാൻ ചോദിക്കട്ടെ, ഗോവിന്ദസ്വാമി ജയിലിൽ ആടിയപ്പോ ഈ ശൗര്യമൊക്കെ എവിടെയായിരുന്നു? ഇവിടെ കുറെ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ കൊടിസുനി ഇ.പി. ചന്ദ്രശേഖരനെ 51 വെട്ടുകെട്ടി കൊന്ന കേസിലെ മുഖ്യപ്രതി, അയാൾക്ക് മദ്യം എത്തിച്ചു കൊടുക്കുന്നതും കഞ്ചാവ് എത്തിച്ചു കൊടുക്കുന്നതും സ്ത്രീകളിലോണ്ട് പറയുന്നില്ല. മദിരാക്ഷിയെ അവരെ ഒപ്പിച്ചു കൊടുക്കുന്ന യോഗ്യല്ലേ ഈ പോലീസുകാർക്ക്? എന്നിട്ട് ഇവരാണോ ആ പാവം ചെറുപ്പക്കാരനെ തല്ലി ചതച്ചു? ലവണം കൊണ്ട് അവസാനിച്ചോ? ഞാൻ പറഞ്ഞത് എന്തിനാ ചൊവ്വന്നൂര് വരെ പോകുന്നത്? നമ്മുടെ വിവരക്കാർ ശേഷമില്ലേ? ഉദാഹരണം, ഒരു ദളിത് സ്ത്രീയെ ബിന്ദുവിനെ മണിക്കൂറുകൾ വിവസ്ത്രയാക്കി മഹിളാ വിമൻസ് പോലീസിന്റെ മുമ്പിൽ വിവസ്ത്രയാക്കി നിർത്തി ചോദ്യം ചെയ്തു, ചെയ്യാത്ത കുറ്റത്തിന്. കഷ്ടകാലത്തിന് ഈ ബിന്ദു ജോലി ചെയ്ത വീടിന്റെ വീട്ടുടമസ്ഥ അവർക്ക് ഇടയ്ക്ക് മെമ്മറി പവർ നഷ്ടപ്പെടുന്ന ഒരാളാണ്. അവരുടെ വീട്ടിലെ തന്നെ സ്വർണ്ണം എടുത്തിട്ട് കട്ടിന്റെ അടിയിൽ കൊണ്ടുവച്ചു. പിന്നെ എവിടെ വെച്ചു എന്ന് മറന്നുപോയി. നേരെ ഒരു പോലീസിൽ വിളിച്ചു പറഞ്ഞു, എൻ്റെ വീട്ടിലെ പൊന്നു കാണാനില്ല. അവിടെ ആരൊക്കെ ഉണ്ടെന്ന് ചോദിച്ചു. അവിടെ ഞാൻ മാത്രമേ ഉള്ളൂ, പിന്നെ ഒരു ജോലിക്കാരി ഉണ്ട്. എന്നാ പിന്നെ അവരെ ഇങ്ങോട്ട് വരാൻ പറയും. പോലീസ് സ്റ്റേഷനിൽ ചെന്നു, ക്രൂരമായിട്ട് മർദ്ദിച്ചു. മണിക്കൂറുകൾ, അതായത് ഞാൻ നേരത്തെ പറഞ്ഞു, വിവസ്ത്രയാക്കി യൂണിറ്റ് പോലീസിനെ കൊണ്ട് മർദ്ദിപ്പിച്ചു. അവസാനം കുടിക്കാൻ വെള്ളം ചോദിച്ചു. പോലീസുകാരൊക്കെ ഇരുന്ന് മിനറൽ വാട്ടർ കുടിക്കുമ്പോൾ ഇവരോട് പറഞ്ഞു, ആ ക്ലോസറ്റിന്റെ അടുത്തൊരു പൈപ്പ് ഉണ്ട്, അവിടുത്തെ വെള്ളം എടുത്ത് കുടിച്ചോളാൻ പറഞ്ഞു. ഇന്ന് അവർ പറഞ്ഞിട്ടുണ്ട് അതിനെക്കുറിച്ച്. എന്നിട്ട് കുറെ കഴിഞ്ഞപ്പോഴാണ് ആ വീട്ടമ്മയ്ക്ക് ഓർമ്മ വന്നത്, അയ്യോ ഞാൻ കിടക്കേൻ്റെ അടിയിലാണല്ലോ വെച്ചത്. അവരവസാനം പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു, സോറി, എനിക്കൊരു ഓർമ്മ പെശകുള്ളൊരു ക്യാരക്ടറാണ് ഞാൻ എൻ്റെ കട്ടിൻ്റെ അടിയിൽ ഞാൻ തന്നെയാണ് കൊണ്ടുവച്ചത്. പക്ഷെ പോലീസ് പറഞ്ഞാൽ എന്താ അറിയോ? അങ്ങനെയല്ല. പോലീസ് പരിശോധിച്ചപ്പോൾ അടുത്തുള്ള ഈ ചവറൊക്കെ ഇട്ടിട്ടുള്ള ഒരു കൂനയിൽ നിന്ന് സ്വർണ്ണാഭരണം കണ്ടെടുത്തു. കളർ കാർഡ്. ഇത് തലസ്ഥാനത്തുണ്ടായതാ, പേരുക്കട വേറെ എവിടെയും പോണ്ടല്ലോ.